ഗൈസ് ഞാൻ പാലം കണ്ടു ഗൈസ്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് വെൽക്കം ടു മൈ ചാനൽ. കുറേ നാൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ 2 മാസം മുമ്പായിട്ടാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോഴാണ് അടുത്തൊരു വ്ളോഗ് ഇടാനുള്ളൊരു ടൈം കിട്ടിയത്. കാര്യം വേറൊന്നുമല്ല, എൻ്റെ മടിൻ്റെ അങ്ങേ അറ്റം വരെ ഞാൻ പോയിട്ടുണ്ട്. വ്ളോഗിനുള്ള വീഡിയോസൊക്കെ ഞാൻ എടുക്കലുണ്ടെങ്കിലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ മടി കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മടീനൊക്കെ മാറ്റി വെച്ചിട്ട് പുതിയതായിട്ട് തന്നെ ഒരു തുടക്കം ഇട്ടിട്ടുണ്ട്. ഇനി ഏതായാലും ഡെയിലി വ്ളോഗ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നിക്കാഹ് പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. എൻ്റെ കസിൻ ബ്രദറിൻ്റെ നിക്കാഹ് വരുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് അതിൻ്റെ പർച്ചേസിംഗ് ആണ് കാണാൻ പോകുന്നത്. ഈ പർച്ചേസിംഗ് ഒക്കെ 2 ആഴ്ച മുമ്പ് നടന്നതാണ് കേട്ടോ. സോ നിക്കാഹ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ കാലിക്കറ്റിലെ ബ്ലൂ ഡയമണ്ട് മാൾ കേട്ടോ പോയിരുന്നത്. പർച്ചേസിങ് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും ഒരു ക്രിസ്മസ് വൈബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ വ്ളോഗ്സ് ഒക്കെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോവുക. പിന്നെ അവിടെ ഒക്കെ എത്തുമ്പോഴേക്ക് ഞാൻ അതൊക്കെ മറന്നു പോയിക്കും. ഞങ്ങളിതാ ബ്ലൂ ഡയമണ്ട് മാളിൽ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ലൈമോനാവട്ടെ കിൻഡർ ജോയ് കിട്ടിയ സന്തോഷത്തിലാണ്. എന്തൊക്കെ ചെയ്യേണ്ടി ഓനെന്നെ അറിയില്ല. കിൻഡർ ജോയ് മിഠായി ഓനക്കാണെങ്കിലും ടോയ് ഇതാ ഇനി കണ്ടോ കിട്ടിയത്. സ്റ്റിക്കർ ഒട്ടിക്കാനോ? അങ്ങനത്തെ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം തീർത്തിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ SM സ്ട്രീറ്റ് കട്ടോ പോയത്. ഞാനിപ്പം ഈ കോഴിക്കോട് സൈഡിൽ കൂടെ വന്നിട്ട് ഇപ്പം 1.5 വർഷമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചേഞ്ചസ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് കാണാനില്ല ഇത്തിരി എക്സൈറ്റ്മെന്റ് കൂടി എനിക്കുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നത് നല്ല ടൈം ആയതുകൊണ്ട് തന്നെ തുടക്കം തന്നെ ഞാനൊക്കെ ഒരു സൈഡായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ SM സ്ട്രീറ്റിൽ വരുന്നത് അടിപൊളിയാണ്. പക്ഷേ ഈ പൊരിഞ്ഞ വെയിലത്തിലെ ഈ ഒരു നടത്തണം സഹിക്കാൻ പറ്റാത്തത്. അങ്ങനത്തെ കഷ്കയിലാണ്ടോ ഞങ്ങളെ പർച്ചേസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അല്ലേലും ഇപ്പൊ കുറച്ചായിട്ട് വൈറ്റുമക്കാണ് എന്റെ കണ്ണു പോണേ. അതൊക്കെ പോട്ടെ, നമ്മളെല്ലാം അതിനെ നോക്കി മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. ഓൻ്റെ പരിപാടിയൊക്കെ ഇതാ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാ പോകുന്നത്. രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും നല്ല പോലെ ടയർഡായിരുന്നു. SM സ്ട്രീറ്റിൽ തന്നെ ഇല്ലേ ടോപ്പ് ഫോം പറഞ്ഞിട്ടില്ല ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കയറിയിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ ലഞ്ചൊക്കെ എത്തി. ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡിൻ്റെ സൈഡ് പറയുകയാണെങ്കിൽ ഒരു ഓക്കെ ആയിരുന്നു കേട്ടോ. ലഞ്ചിന് ശേഷം പ്രെയറും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അടുത്ത പർച്ചേസിങ്ങിന് ഇറങ്ങുന്നത്. പ്രെയറൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോഴാണ് ഈ ഒരു ഷോപ്പ് കാണുന്നത്. അപ്പോൾ പിന്നെ അവിടെ കൂടെ ഒന്ന് കയറി. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഷീലോഞ്ചിക്കാണ്. ഈ ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. പാർട്ടി വെയറിന്റെ സൈഡിൽ നല്ല പോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാൻ ഈ SM സ്ട്രീറ്റിൽ വരുമ്പോഴൊന്നും വലിയ കളക്ഷൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോഴോ നല്ല അടിപൊളി കളക്ഷൻസ്, എല്ലാതും ഒന്നിനൊന്ന് മെച്ചം. അങ്ങനെതാ ഞങ്ങളുടെ പർച്ചേസിങ് അവിടെ തകൃതായിട്ട് നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇതാ ഇതും. പിന്നെ ഞങ്ങൾ തുണിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് പോയത്. ഇവിടെ റണ്ണിങ് മെറ്റീരിയൽസ് മാത്രമാണ് കേട്ടോ ഉള്ളത്. ഇപ്രാവശ്യം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് അടുപ്പിക്കാന്നുള്ള പ്ലാനിങ്ങിലാണ്. പക്ഷേ എനിക്കുള്ള മെറ്റീരിയൽ ഇതാ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ നമ്മുടെ നാട്ടിൽ വന്നിട്ടാണ് എടുത്തത്. കോഴിക്കോട് വരെ വന്നിട്ട് കോഴിക്കോടൻ ഹലുവ ഇല്ലാണ്ട് എങ്ങനെ തിരിച്ചു പോവാ. അപ്പൊ പിന്നെ അതും കൂടെ മേടിച്ചു. ഇതും കൂടെ ആയപ്പോൾ ഞാനും എൻ്റെ ലായിക്കോട്ടിന് ഇതാ നല്ല പോലെ ക്ഷീണിച്ചു. നട്ടുച്ചക്ക് നല്ല പൊരിഞ്ഞ വെയിലത്താണ് ഇതാ ഞങ്ങൾ ഈ 2 പേരും ഇരിക്കുന്നത്. അതും വിത്തൗട്ട് സൺസ്ക്രീൻ ആണേ, നോട്ട് ദ പോയിന്റ്. എന്തായാലും സ്കിന്നിന്റെ കാര്യത്തിൽ ഇന്ന് എന്തായാലും തീരുമാനമാവും. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം തീർത്തിട്ടതാ ഞങ്ങളിവിടെ SM സ്ട്രീറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കണം. ഇനി കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് വേണം തിരിച്ചു പോവാൻ.
അപ്പോൾ ഇന്നത്തെ പർച്ചേസിങ് ഇവിടെ തീർക്കാമെന്നായിരുന്നു പ്ലാനിങ്. അങ്ങനെ പോകുന്ന വൈക്കലെ കുറച്ച് ഉപ്പിലിട്ടൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ പോക്ക്. ഇത്ര കാലമായിട്ടും SM സ്ട്രീറ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ അഫോർഡബിൾ പ്രൈസിന് നമ്മൾ SM സ്ട്രീറ്റിലല്ലാതെ വേറെ എവിടെയും കിട്ടൂല. സംഗതി ഇന്ന് കുറേ ക്ഷീണിച്ചെങ്കിലും വന്നത് നഷ്ടമായിട്ടില്ല. നല്ല കുറേ കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. നമ്മളെ ലായൊക്കെ കണ്ടില്ലേ, ഉറങ്ങിയിട്ടാണ് തിന്നുന്നത്. ഇത് വേറൊന്നുമല്ല, മാങ്ങ ഉപ്പിലിട്ടത് ഒന്ന് മാത്രമേ ഉള്ളേന്നു. അത് എനിക്ക് തരാതെ തിന്നാണ് കള്ളൻ. പോകുന്ന വൈക്കിലതാ ഞങ്ങൾ ഗോപുരമുകളിൽ കൂടി കയറിയിട്ടോ. എന്തായാലും വന്നതല്ലേ, ഇവിടെയും കൂടി കയറിയിട്ട് പോവാന്ന് വെച്ചു. അവിടെ അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്താ, ഇന്റെ കണ്ണതാ ഈ ഒരു സൈഡിക്കേ പോവുള്ളൂ. ഞാൻ ഈ ബസ് സൈഡിൽ ആദ്യമായിട്ടാട്ടോ കയറുന്നേ. എന്തായാലും എനിക്ക് ഡ്രസ്സ് എടുക്കാനൊന്നുമില്ല, അതാ വെറുതെ കയറിയതാണ്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിന്റെ സൈഡിലേക്ക് ഞാൻ വല്ലാണ്ട് പോയിട്ടില്ല. ഈ ഒരു റിങ്ങിന്റെ കോംബോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗിയില്ലേ കാണാൻ. അതുപോലെ തന്നെ നല്ല പോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ആക്സസറീസിന്റെ സൈഡിലൊക്കെ. അങ്ങനെ തന്നെ നെസ്റ്റേലൊന്ന് കയറിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.